വളരെ സന്തോഷം, ഹാപ്പിയാണ്. എനിക്ക് അവളെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഫാമിലിക്കും എല്ലാവർക്കും. വിളിച്ച് ഇപ്പം വിളിച്ചതേ ഉള്ളൂ. ഫോണ് ചാർജ് ഇല്ലായിരുന്നു അവളുടെ. അപ്പം നമ്മൾ വേറെ ആളുടെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പം ജസ്റ്റ് വിളിച്ചതേ ഉള്ളൂ. കാണാനായിട്ട് ഞാൻ പോവുകയാണ്. ബിഗ് ബോസിന്റെ കപ്പ് വീട്ടില് വരാൻ പോവാണ്. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? സന്തോഷം, ആർക്കായാലും പ്രൗഡ് മൊമെന്റ് അല്ലേ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ, നമ്മൾ വീട്ടുകാരായാലും നമ്മളെ നാട്ടുകാരായാലും അഭിമാനിക്കുന്ന ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് ആയത്. പിആറിന്റെ ഒറ്റ ബലം കൊണ്ടാണോ അനുമോൾ വിജയിച്ചത്? നിങ്ങൾ പറയുന്നതാണോ? അല്ല, പിആർ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഞാൻ പറയട്ടെ. പക്ഷെ അനുമോള് പിആർ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും അനുമോളുടെ അനുമോൾ വിജയിച്ചതിന് കാരണം പിആർ ആന്ന് പറഞ്ഞാണ് മറ്റുള്ളവർ അത് ഡീഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നതല്ലേ. ഞാൻ പറയട്ടെ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതായത് ആദ്യം മുതൽ ഈ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ അറിയാം നിങ്ങൾക്ക് അനു എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നും അതിൽ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവൾ എത്രത്തോളം ആക്റ്റീവായിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇത് പിആറിൻ്റെ തലയിൽ കൊണ്ടിട്ട് അത് ഡീഗ്രേഡിങ് ആക്ട് മാറ്റിയത് മറ്റുള്ളവരാണ്. ജനങ്ങൾക്കറിയാം, അവളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കറിയാം. അതായത് അവിടെ ഫാൻസിനായാലും പുറത്തുള്ളവർക്കായാലും നാട്ടുകാർക്കായാലും എല്ലാവർക്കും അറിയാം അനു എത്രമാത്രം ആ ഷോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കും അറിയാം. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത് പിആറിലേക്ക് മാറ്റിയെടുത്തത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അനു അർഹത, ഈ കപ്പ് നേടാൻ അർഹതയാണെന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. അത് മറ്റുള്ളവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അത് നമ്മളതിൽ ഇത് കൊടുക്കുന്നില്ല. മറ്റുള്ളവരുടെ പിആർ കളിച്ച കളിയായിട്ട് തോന്നുന്നുണ്ടോ ഇങ്ങനെ? ഈ ഒരു പിആർ അനുമോള്? അതെ, ഈ വിഷയം മറ്റുള്ളവരെ ആക്കി എടുത്തതാണ്. എന്തായാലും ഇതിൽ നമ്മൾ പലതവണ മറുപടി കൊടുത്തതാണ്. ഈ അനീഷ് അനുമോളോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു. എന്ത് തോന്നി? തമാശയായിട്ടാണോ അതോ? അതായത് നമുക്കത് പുറത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ അകത്തുള്ള ആർക്കല്ലേ അറിയാവും. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജെന്യൂൻ ആണോന്ന്. പക്ഷേ ഈ ലാസ്റ്റ് നിമിഷമായപ്പോൾ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ വന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ലൈവിലും കണ്ടില്ല, അല്ലാതെയും കണ്ടില്ല. അപ്പം അത് അവരുടെ ഗെയിമിൻ്റെ പാട്ടാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. അനു വരുമ്പോൾ അനുവിനോട് ചോദിച്ചാൽ കറക്റ്റ് എന്താണെന്ന് അറിയാം. ശൈത്യ അനുമോളുടെ നല്ലൊരു ഫ്രണ്ട് ആണല്ലോ. ബിഗ് ബോസിന്റെ ഒരു ശൈത്യ ഔട്ടായതിനു ശേഷം തിരിച്ച് ശൈത്യ വരുമ്പോൾ ശൈത്യ അനുമോളുടെ ഏറ്റവും കൂടുതൽ എതിരെ കട്ടപ്പ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തോന്നിയോ? കാരണം ശൈത്യ വന്നതിന് ശേഷം അനുമോളെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ അനുമോൾക്ക് പിആർ ഉണ്ട്, നിന്റെ പിആറിലെ എന്റെ പിആർ, അങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ട്. മനസ്സിന്റെ ഉള്ളിൽ കാണാം, അവരുടെ ഉള്ളിൽ എന്താണ് നമുക്ക് അറിയില്ല. അപ്പൊ അവള് വന്നിട്ട് അവരുടെ ഒരു ഇത് അങ്ങ് പറഞ്ഞതാ. അത് എന്തൊക്കെയാണ് കറക്റ്റ് നടന്നുള്ളത് അനു വന്നാലേ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കി പറയാൻ പറ്റും. ഞാൻ ഇപ്പൊ ഒരു മറുപടി പറഞ്ഞാൽ നിങ്ങളത് വേറെ രീതിയിലാവും. പക്ഷെ അവർക്ക് എല്ലാവരുടെ സ്നേഹമാണ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റേ ആ നൂറയുടെ വിഷയമില്ലേ, ആ ടിഷ്യൂ പേപ്പർ, അത് നിങ്ങൾ പിആർ വർക്ക് ചെയ്ത് മറ്റേ ടിഷ്യൂ പേപ്പർ ആക്കിയതാണെന്ന് വൻ പ്രചരണം. അതെ, നിങ്ങളുടെ ഇത് അനുവിന്റെ പേജിൽ വരുന്നത്, അതായത് ആ ഒരു വീഡിയോ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത കാര്യമാണ്. അതിപ്പോൾ അനുവിന്റെ തലയെ കൊണ്ട് വെച്ചതാണ്, നമ്മുടെ പിആറിന്റെ തലയെ കൊണ്ട് വെച്ചതാണ്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ആ ഒരു വിഷ്വൽ റീലാക്കി പലവരും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോ. അത് പിന്നീട് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ തിരുത്തിയിട്ടുമുണ്ട്, നമ്മളെ പേജിൽ കൂടി തിരുത്തിയിട്ടുമുണ്ട്. നമ്മൾ ചെയ്തതല്ല, അത് പല പേജസും ചെയ്തിട്ടുണ്ട്. തിരുത്തിയതോ? അല്ല, ആദ്യമേ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തത്. നിങ്ങൾ നമ്മൾ എപ്പോഴാണ് ആ സ്റ്റോറി ഇട്ടെന്നുള്ളത് നിങ്ങൾ അത് നമ്മുടെ പേജ് നോക്കിയാൽ അറിയാം. പല സ്ഥലത്തും വന്നതിന് ശേഷമാണ് അനുവിന്റെ പേജിൽ വന്നത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.